ഉണ്ടല്ലേ ഭൂതങ്ങളുടെ ഗുഹ കാണാൻ പോകേണ്ട കാടിനുള്ളിലാണ്. വവ്വാല് നരച്ചിലേക്ക് ഇരിപ്പുണ്ടാവും. അവിടെ ചെന്ന് വവ്വാല് പറക്കും. നമുക്ക് നോക്കാം, നമുക്ക് പോയി നോക്കാം. ഭൂതങ്ങളുടെ ഗുഹ. വവ്വാലുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ചെല്ലുന്നത് നോ എൻട്രി ആണ്. പക്ഷെ അമ്മേ അമ്മേ എടോ ഇല്ല ഇല്ല ടോർച്ച് മൊബൈൽ വെളിച്ചം വേണ്ട, വേറെ വെളിച്ചം വിളിച്ചോണ്ടാ വിളിച്ചില്ല, വിളിച്ചുണ്ടാവൂല. തെറ്റി വരും. ഇല്ല പോവാനുണ്ട്. തെന്നില്ലടാ. ചൂടുണ്ട് എന്താ ചുട്ടു മൊബൈലിൽ വിളിച്ചമ്മ ഇതാ പാമ്പ് അടക്കുന്നില്ല. മൊബൈൽ താഴെ പോലെട്ടാ പുറടിക്കോട്ടെ. പുറം 14 കിലോമീറ്ററാ. 14 ആ നീ വാ എന്റെ പ്രതീക്ഷ. നീ അവിടെ വിളിച്ചാൽ ഫോട്ടോ എടുത്താലൊന്നും കിട്ടില്ല. ഉള്ള വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ താഴത്തോട്ട് ഇറങ്ങണ വീഡിയോ എടുക്കണം. എന്റെ പൊന്നോനെ, എന്റെ അങ്ങാട് 14 കിലോമീറ്റർ വഴിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എടുക്കണ്ട പാ, വീഡിയോ എടുക്കണ്ട പാ. അപ്പൊ തിരിച്ചു വരുമ്പോ ഞാനില്ലട്ടാ, ഞാൻ കട ഓർക്കണ്ട് കാലത്ത്. ആ അത്ര ഉള്ളൂടാ. 14 കിലോമീറ്റർ പറഞ്ഞ് വീട്ടിലോട്ടുള്ള വഴിയാണ്. പ്രതീക്ഷേ കേവായിരിക്കും എന്തായാലും. നീ ഇപ്പൊ അങ്ങോട്ട് കേറട്ടാ. ഇതിന്റെ ഉള്ളിൽ കയറിയെന്ന് വെച്ചാൽ ആദ്യം പൊട്ടോണ്ട് ചൂട് കൊടുക്കണു. ഇത്തിരി റിസ്കം പരിപാടിയാണ്. ഞൂണ്ട് കയറണം. അത് അങ്ങോട്ട് കുറെ വഴിയുണ്ട്. ആ വേണ്ട റിട്ടേ വാ. എന്തമ്മേ സ്ലിപ്പാവണോണ്ട് അതേപോലെ വവ്വാലും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ട്. അപ്പൊ അതിന്റെ പേരിലേ ഇത് വേണ്ട ഇങ്ങനെ കേവണം. അടിപൊളി സാധനമുണ്ട്. ഫോണിന്റെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് പേടിയാവും. അയ്യോ ഇത് ഇവിടെ ഞാനിപ്പോ കാട്ടിത്തറ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അവരെ എൻ്റെ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയാൽ അവരെ ഞാൻ കാണിച്ചു തരാട്ടോ. ദേവിനി സുന്ദരന്മാര് കുറെ പേര് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുണ്ട്. ലൈറ്റൊക്കെ അടിച്ച് തന്നെയുണ്ട്. അങ്ങോട്ട് പോവാഞ്ഞോണ്ട് അടിപൊളി പരിപാടിയായിട്ടോ. പക്ഷേ ഡേഞ്ചറാണ്, കാരണം കാലങ്ങളായിട്ട് നിൽക്കുന്ന സംഭവമാണ്. പ്രദീപിന്റെ കണ്ണട പോലെ കേട്ടാ.
പോക്കറ്റിൽ നിന്നൊന്നും പോവല്ലേട്ടാ. താടിയും ഇപ്പൊ കുമ്പിട്ട് കഴിഞ്ഞപ്പോ എൻ്റെ ഇത് പോയി ഈ കഴുത്തിൽ മറ്റേ കത്തി കൊണ്ടുപോകാൻ